ഹായ് ഗായ്സ്, മോർണിംഗ്. രാവിലെ തന്നെ ഒരു കട്ടൻ തേയില ഇട്ട് കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിക്കാം ഗായ്സ്. സുഹൃത്തുക്കളെ, ഞാൻ തലേ ദിവസം ഉറങ്ങാൻ കിടന്നത് രാവിലെ എണീറ്റ് സൈക്കിൾ ചവിട്ടാൻ പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ്. സംഭവം നടന്നില്ല ഗായ്സ്, ഞാൻ ഉറങ്ങിപ്പോയി. സമയം 7 മണിയായി കേട്ടോ, ലേറ്റായിപ്പോയി. ഞാൻ ഡ്യൂട്ടിക്ക് പോകണ്ടേ. അപ്പോൾ ഞാൻ ഒരാഴ്ചയായി ഗായ്സ് എൻ്റെ സൈക്കിൾ ചവിട്ടമൊക്കെ മുടങ്ങിയിട്ട്. മഴയായതുകൊണ്ടാണ് പോവാതിരുന്നത്. ഇന്ന് സമയം ലേറ്റായി. അൻസുമോള് നല്ല ഉറക്കമാണ്. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് തയ്യാറാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തയ്യാറാക്കുന്നത് ദോശയാണ്. ദോശ തയ്യാറാക്കുന്നത് മൈദാമാവിലാണ് കേട്ടോ. മൈദയും എഗ്ഗും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ദോശ ചുടുന്നത്. അൻസുമോളുടെ പാലൊക്കെ കാച്ചിയെടുത്തു. അൻസുമോൾക്ക് ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിയൊന്നും വേണമെന്നില്ല, അവൾ കഴിച്ചോളും നന്നായിട്ട്. അങ്ങനെ ദോശയും ചുട്ടിട്ട് ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ട്. മീൻ ഐസ് മാറാൻ വേണ്ടി വെള്ളത്തിലെടുത്തിടണം. ഫിഷിൻ്റെ പേര് നവരമീൻ എന്നാണ് കേട്ടോ. നവര എന്നാണ് ഫിഷ്, നവരമീനാണ് കേട്ടോ. പിന്നെ ഞാൻ ഏത്തയ്ക്ക ഇരിപ്പുണ്ട്. ഉച്ചത്തേക്കുള്ള പരിപാടിക്ക് ഏത്തയ്ക്ക തൊലി കളഞ്ഞൊക്കെ എടുക്കണം. ഏത്തയ്ക്കയും പരിപ്പും കൂടെ ചേർത്ത് ഒരു ചാറ് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ മീനൊക്കെ എടുത്തുകൊണ്ട് വന്നൊന്ന് ഐസ് മാറാൻ വേണ്ടി വെള്ളത്തിലിടുന്നുണ്ട്. ഫിഷ് ഫ്രൈയും ഏത്തയ്ക്കയും പരിപ്പും കൂട്ടി ഒരു ചാറ് കറി ഉണ്ടാക്കണം. അതിന് വേണ്ടി ഏത്തയ്ക്കയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കട്ടെ കേട്ടോ ഗൈസ്.